ഇപ്പം നിങ്ങളുടെയൊക്കെ വായി വെള്ളം വരുന്നില്ലേ? എനിക്കറിയാം. ആഹാ, സൂപ്പർ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിച്ചിരി പഴങ്കഞ്ഞി കുടിച്ചാലോ ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഴങ്കഞ്ഞി ഉപ്പൊക്കെ ഇട്ട് എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മൺപാത്രത്തിലൊക്കെ എടുത്ത് വെച്ചേക്കാം, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ഞാൻ വല്ല സ്റ്റീൽ പാത്രത്തിലും എടുത്തേനെ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ കപ്പ വേവിച്ചത്, ശരിക്കും ഇത്രയും കപ്പ വേവിച്ചതുള്ളൂ കേട്ടോ. ഞാൻ ഇതിന് വേണ്ടി എടുത്ത് വെച്ചതാണ്, ബാക്കിയൊക്കെ തീർന്നു. അതിങ്ങോട്ട് ഇടുവാണ്. കപ്പ വേവിച്ച് ചേർത്തു. പിന്നെ ഇനി ഞാനിത് ചേർക്കുന്നത് കുറച്ച് തൈര്, പിന്നെ കുറച്ച് മാങ്ങാക്കറി. അത് ഞാൻ ഉണ്ടാക്കിയ മാങ്ങാക്കറിയാണ്. അപ്പോൾ കുറച്ച് മാങ്ങാക്കറി ചേർക്കാം. ഇനി ചേർക്കാൻ പോണത് നമ്മുടെ കാന്താരി, ഉപ്പിലിട്ട് വെച്ച കാന്താരിയാണ്. ഇത് ശരിക്കും അക്കോ ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇത് അധികം എരിവ് കുറവാണ്, എന്നാലും ചേർക്കാം. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, വിനാഗിരിയിലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് 2 എണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് പോരെങ്കിൽ കണ്ടോ, എൻ്റെ കാന്താരി ചെടിയിലുണ്ടായ കാന്താരി മുളക്, വെള്ളക്കാന്താരി ഇല്ലേ, അത് പഴുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതേ ഇതിനകത്ത് ഒരെണ്ണം കൂടെ ചേർക്കാം. ഇതിന് എരിവൊന്നുമില്ല, എന്നാലും ഫ്രഷ് ആയിട്ടുള്ള സാധനം ഇത്. അപ്പോൾ ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് ഞാനൊരു പിടുത്തം പിടിക്കട്ടെ. നന്നായിട്ടൊന്ന് ഞെരടണം. ആഹാ, ഇപ്പം നിങ്ങളുടെയൊക്കെ വായി വെള്ളം വരുന്നില്ലേ? എനിക്കറിയാം. ഇപ്പം കിട്ടിയാൽ നിങ്ങളിപ്പോൾ കഴിക്കും. പക്ഷേ ചിലരൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ മീൻകറിയും ഉണക്കമീനും ഒക്കെ കഴിക്കും. ഒന്നാമത് ഞങ്ങൾക്ക് നോയമ്പാണ്. പിന്നെ എനിക്കല്ലെങ്കിലും എനിക്ക് മീൻകറി ഒന്നും കഞ്ഞിയുടെ കൂട്ടത്തിൽ ഇഷ്ടമല്ല, ഉണക്കമീനൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. ഇത് വേറൊരു ടേസ്റ്റ്. ആഹാ, അടിപൊളി കപ്പ വേവിച്ചതും കാന്താരിയുടെ മണം കൊണ്ട് എന്താ രസം. ഇത് നമ്മുടെ ഉപ്പിലിട്ട് വെച്ച കാന്താരിയുടെ നല്ലൊരു മണം. അപ്പം ഞാനൊന്ന് കുടിക്കട്ടെ. പൊളി. എന്നും ഇതാക്കിയാലോ, എന്നും കപ്പ വേവിച്ചാണ് ഇവിടെ പോകണം. പൊളിച്ച് സൂപ്പർ. അപ്പം നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ തോന്നില്ലേ? വേനൽക്കാലമൊക്കെ അല്ലേ, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാമെന്നല്ലേ ഉള്ളത്. നമ്മുടെ വീട്ടിലുള്ള സാധനമൊക്കെ അല്ലേ. അപ്പം ഞാൻ എന്തായാലും വേനൽക്കാലത്ത് ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ആഡംബരത്തോടെയൊക്കെ വന്നത്. അല്ല വല്ല ചീർപ്പാത്തോലും കുടിക്കത്തേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.